السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സ്നേഹമുള്ള ഗാലക്സി മീഡിയ പ്രേക്ഷകരെ, അൽഹംദുലില്ലാഹ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ദുൽഹജ്ജിന്റെ ദിനരാത്രങ്ങളിൽ കൂടിയാണ്, മഹത്തേറിയ ദിനരാത്രങ്ങൾ കൂടിയാണ്. അതിൻ്റെ ദുൽഹജ്ജിന്റെ ഓരോ ദിനരാത്രങ്ങളിലും 1 തൊട്ട് 9 വരെ ഉള്ള ദിനരാത്രങ്ങളിൽ വളരെയധികം ഫളായിലത്തുണ്ട്. ആ ദിവസങ്ങളിൽ നോമ്പെടുത്തു കഴിഞ്ഞാൽ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതയുണ്ടെന്ന് മഹാന്മാരായ സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് നുസ്ഹത്തുൽ മജാലിസ് എന്ന കിതാബിൽ ഈ ദുൽഹജ്ജ് മാസത്തിന്റെ ഫളായിലത്ത് പറയുന്നതായ സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോ ദിവസത്തിനും ഓരോ ഫളായിലത്തുണ്ട്, ഓരോ പ്രത്യേകതയുണ്ട്. ആ ദിവസത്തിൽ നോമ്പെടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതായ ഒരു പ്രതിഫലം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനൊന്ന് പറഞ്ഞു തരികയാണ്. ഒന്നാമത്തെ ദിവസം മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം പുറത്തു കൊടുത്ത ദിവസമാണ് ദുൽഹജ്ജിൻ്റെതായ ഒന്നാമത്തെ ദിവസം. അതിന് ആരൊരു മനുഷ്യനാണ് ആ ദിവസത്തിൽ നോമ്പെടുക്കാൻ സാധിക്കുന്നത്, ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്നതായ പ്രതിഫലം അവൻ്റെതായ സർവമാന പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. രണ്ടാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആഇനെ സ്വീകരിച്ചതായ ഒരു ദിവസമാണ്. ആ ദിവസത്തിൽ ആരാണ് നോമ്പെടുക്കുന്നത്, ആ മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? അവൻ്റെതായ ദുആഇനെ റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നതാണെന്ന് നുസ്ഹത്തുൽ മജാലിസ് എന്ന കിതാബിൽ കാണാൻ സാധിക്കും. മൂന്നാമത്തെ ദിവസം ആരാണ് നോമ്പെടുക്കുന്നത്, ആ നോമ്പെടുക്കുന്നതായ ദിവസത്തിന്റെ പ്രത്യേകതയും ആ മനുഷ്യന്റെതായ പ്രതിഫലവും മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആഇനെ സ്വീകരിച്ച ദിവസവും മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മത്സ്യം കരയിൽ കൊണ്ടുപോയി കക്കിയ ദിവസവുമാണെന്ന് അവിടെ നിന്ന് കിതാബുകൾ കാണാൻ സാധിക്കുന്നു. ആ ദിവസം ആരാണ് നോമ്പെടുക്കുന്നത്, ആ മനുഷ്യന്റെ പ്രതിഫലം ഒരു വർഷം മുഴുവനും അള്ളാഹുവിന്റെ തൃപ്തിയിലായിരുന്നു കൊണ്ട് ഒരു ഇമ പൊട്ടുന്നത് പോലും, കണ്ണിന്റെ ഇമ ചിമ്മിക്കുന്നത് പോലും അള്ളാഹുവിന്റെ തൃപ്തിയിലായിട്ടായിരിക്കുമെന്നുള്ള അങ്ങനെ ഇബാദത്തെടുത്ത ഒരു മനുഷ്യന്റെ പ്രതിഫലം ഈ നോമ്പെടുത്ത മനുഷ്യന് കൊടുക്കുമെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്. ഇനി ആരൊരുവനാണോ നാലാമത്തെ ദിവസം നോമ്പെടുക്കുന്നത്, ആ ദിവസത്തിന്റെ പ്രത്യേകത മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ച ദിവസമാണ്. നോമ്പെടുത്തു കഴിഞ്ഞാൽ, ആ ദിവസത്തിൽ നോമ്പെടുത്തു കഴിഞ്ഞാൽ അവന്റെ ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യങ്ങളും മാറ്റിക്കൊടുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്. അഞ്ചാമത്തെ ദിവസം മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ച ദിവസമാണ്. ആ ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ ഖബറിന്റെ അദാബിനെ തൊട്ട് കാത്തുരക്ഷിക്കുകയും നിഫാഖിൽ നിന്ന് അവനെ മോചിതനാക്കുകയും അവനിൽ നിന്ന് കാത്തുരക്ഷിക്കുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്. ആറാമത്തെ ദിവസം നോമ്പെടുക്കുന്ന ആ മനുഷ്യന്റെ പ്രത്യേകതയും ആ ദിവസത്തിന്റെ പ്രത്യേകതയും എന്തെന്ന് വെച്ചാൽ, ആറാമത്തെ ദിവസത്തിലാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുന്ന് സർവമാന ഖൈറാത്തിന്റെ ബാബുകളും നല്ല റഹ്മത്തിന്റെ ബാബുകളും തുറന്നു കൊടുത്ത ദിവസം ആറാമത്തെ ദിവസമാണ് ദുൽഹജ്ജിന്റെ. ആ ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല റഹ്മത്തിന്റെ നോട്ടങ്ങൾ അവന്റെ മേൽ നോക്കുമെന്നാണ് ഹദീസിന്റെ കിതാബിൽ കാണുന്നത്. അവന്റെ ജീവിതത്തിൽ ബർക്കത്തും ഖൈറും ഏറ്റി കൊടുക്കും. ഇനി ഏഴാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത ജഹന്നമിന്റെ എല്ലാ വാബകളും കൊട്ടിയടക്കുകയും, ഇനി ദുൽഹജ്ജ് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ആ ജഹന്നമിന്റെ വാതിലുകൾ തുറക്കുന്നത്. ആ ദിവസത്തിൽ നോമ്പെടുത്ത മനുഷ്യന് 30 ഞെരുക്കത്തിന്റെ ബാബുകൾ അവിടുന്ന് കൊട്ടിയടക്കുകയും 30 എളുപ്പത്തിന്റെ ബാബുകൾ അവനിക്ക് അവിടുന്ന് തുറന്നു കൊടുക്കുന്നതാണ്. 9ാമത്തെ ദിവസം, ഇനി 8ാമത്തെ ദിവസം ആരാണ് നോമ്പെടുക്കുന്നത്, ആ മനുഷ്യന്റെ പ്രത്യേകത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്. അത് ഹജ്ജിന്റെ അഅ്മാലുകളുള്ള ദിവസമാണ്. ഹജ്ജിന്റെ അഅ്മാലുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. ആ ദിവസം ആരാണ് നോമ്പെടുക്കുക, ആ മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം അല്ലാഹുവിനല്ലാതെ മറ്റൊരു മനുഷ്യനും, ഒരു ജിന്നിനോ ഒരു ഇൻസിനോ
ഒരൊറ്റ ആൾക്കും അറിയാത്ത പ്രതിഫലം അല്ലാഹു അവനിക്ക് കൊടുക്കുന്നതാണ്. ഇനി 9ാമത്തെ ദിവസം, അന്ന് അറഫയുടെ ദിവസമാണ്. ആ ദിവസത്തിൽ ആരാണ് നോമ്പെടുക്കുന്നത്? അവന്റെ മുൻകഴിഞ്ഞു പോയ പാവങ്ങളെ വിട്ടുപുറത്ത് മാപ്പാക്കുകയും ശേഷം വരാനിരിക്കുന്നതായ പാവങ്ങളും 1 വർഷത്തിന്റെ പാവങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കുമെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഈ നോമ്പെടുക്കാൻ നാം അവിടെ നിന്ന് സന്നിധനായിട്ട് കടന്നു വരണം. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ബസ്രയിലെ മസാറുകൾ, ഖബറുകൾ എല്ലാം സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഖബറിൽ നിന്ന് വല്ലാത്ത പ്രകാശം വരികയാണ്. മഹാനായ സുഫിയാൻ സൗരി അള്ളാഹുവിന്റെ ദർബാറിൽ കൈ ഉയർത്തിയിട്ട് ചോദിച്ചു, റബ്ബേ, ഈ ഖബറിന് എന്താണ് ഇത്രയും പ്രകാശം വരാനുള്ള കാരണം? ആ സമയത്ത് ആ ഖബറാളി വിളിച്ചു പറഞ്ഞു, അല്ല സുഫിയാൻ സൗരി തങ്ങളെ, ഞാൻ ദുൽഹജ്ജിന്റെ മാസപ്പിറവി കണ്ടത് മുതൽ അന്ന് തൊട്ട് 9 ദിവസവും ഞാൻ നോമ്പെടുക്കുന്ന മനുഷ്യനായിരുന്നു സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിനോട് ആ ഖബറാളി വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് എൻ്റെ ഖബർ ഇത്രമേൽ പ്രകാശിക്കാനുള്ള കാരണമെന്നും ആ ഖബറാളി വിളിച്ചു പറഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഖബറുകൾ ജീവിതം സന്തോഷത്തിലാക്കാനും നമ്മുടെ ദുനിയാവും ആഖിറവും നന്നാകാനും ഈ ദുൽഹജ്ജിൻ്റെ 1 മാസം, ഈ 1 തൊട്ട് 9 ദിവസത്തിൻ്റെ നോമ്പ് പിടിക്കൽ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ്. റബ്ബ് സുബ്ഹാനഹു തആല ആ ഗണത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തന്നനുഗ്രഹിക്കുമാറാകട്ടെ. ഇരുലോകത്ത് നമ്മളെ വിജയിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.